ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ചരിത്ര വിചാരം നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസവും തീക്ഷ്ണതയോടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് പുസ്തകവും കൂടെ ഒന്ന് വായിക്കുമല്ലോ, ടെക്സ്റ്റും കൂടി ഒന്ന് വായിച്ചു പോകുമെന്ന കാര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയ വർത്തമാന പുസ്തകമാണ് നമ്മൾ പഠനവിധേയമാക്കുക. അപ്പം അതിൻ്റെ ഭാഗം കൂടി സമയത്തിന് വായിച്ചു പോകുമല്ലോ. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് 36-ാമത്തെ പാഠമാണ്. പേജ് നമ്പർ 197 മുതൽ 200 വരെയുള്ള പേജുകളിലാണ് ഈ 36-ാമത്തെ പാഠം നമ്മൾ കാണുന്നത്. 34-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കൂടുന്നത്. ഇതിനു മുമ്പുള്ള 33 ക്ലാസ്സുകളും കൂടിയിട്ടില്ല എങ്കിൽ അതൊന്ന് കൂടണം എന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് വർത്തമാന പുസ്തകം ഒന്ന് വായിച്ചു തീരുന്നതോടൊപ്പം തന്നെ ക്ലാസ് കേൾക്കുകയും അതിൻ്റെ ചോദ്യോത്തരങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുമല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, നിൻ്റെ സ്നേഹത്തിനും കരുതലിനും ഞങ്ങളോടുള്ള ഓരോ ഇടപെടലിനും വ്യക്തിപരമായി ഞങ്ങളെ സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും ഞങ്ങളങ്ങേ സ്നേഹത്തോടെ, നന്ദിയോടെ, പ്രാർത്ഥനയോടെ, ആരാധനയോടെ ഓർക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഓരോ വഴികളിലും ഞങ്ങളെ സഹായിക്കുവാനും കൂടെ നിൽക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള വ്യക്തികളെ നിൻ്റെ സാന്നിധ്യത്തിലൂടെ തന്നെ നീ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വർത്തമാന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങൾ കാണുന്ന മനോഹരമായൊരു കാഴ്ചയും മനസ്സിലാക്കുന്ന വലിയൊരു കാര്യവും ഇതാണ്: ദൈവത്തിൻ്റെ സംരക്ഷണം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യാത്രയിൽ എപ്പോഴും ദൈവികമായ സംരക്ഷണം അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പഠന പരമ്പരയുടെ ഈ നാളുകളിലും മുന്നോട്ടുള്ള ദിവസങ്ങളിലും ദൈവമേ, നിൻ്റെ സംരക്ഷണം ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓരോ സമയങ്ങളിലും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോഴും യാത്ര ഒരു സന്നിഗ്ധ അവസ്ഥയിലായി നിൽക്കുന്ന സമയത്തും വഴിമുട്ടി നിൽക്കുന്ന സമയത്തുമൊക്കെ രോഗശാന്തിയിലൂടെയും മറ്റ് ഇടപെടലുകളിലൂടെയുമൊക്കെ ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ കരങ്ങൾ അവരുടെ ഒപ്പമുണ്ടായിരുന്നു. ആ കരങ്ങൾ ഇന്ന് ഞങ്ങളുടെ കൂടെയും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, മാർ യോസേപ്പേ, ഞങ്ങളുടെ അപേക്ഷകൾ ഞങ്ങളുടെ തിരുക്കുമാരൻ്റെ പക്കൽ സ്നേഹപൂർവ്വം അർപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 36-ാം പാഠത്തെ ആസ്പദമാക്കി ഖലൂസ കൊട്ടാരത്തിൽ രാജ്ഞിയെ സന്ദർശിച്ച സംഭവങ്ങൾ താഴെ പറയുന്ന 5 ആശയങ്ങളായിട്ട് അവതരിപ്പിക്കുകയാണ്. പ്രധാന ആശയമെന്ന് പറയുന്നത് ഖലൂസ കൊട്ടാര സന്ദർശനമാണ്. അവിടെ അവർക്ക് ലഭിച്ച സ്വീകരണവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ പഠന വിധേയമാക്കുക. ഒന്നാമത്തെ ആശയം ഭക്തി നിർഭരമായ തുടക്കം. ഖലൂസ കൊട്ടാരത്തിലെത്തിയ പാതിരിമാർ ആദ്യം ചെയ്തത് അവിടുത്തെ പള്ളിയിൽ പോയി മാതാവിനോടും മാർത്തോമാ ശ്ലീഹായോടും സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിനോടും തങ്ങളുടെ ദൗത്യ വിജയത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു, മാധ്യസ്ഥം അപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് രാജ്ഞിയുടെ കുമ്പസാരക്കാരനായ മെത്രാപ്പോലീത്തായെ കണ്ട് തങ്ങൾ വന്ന വിവരം അറിയിക്കുകയും രാജ്ഞിക്ക് നൽകുവാനുള്ള അപേക്ഷ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ആശയം അത്ഭുതപ്പെടുത്തിയ ആരാധനക്രമം. കൊട്ടാരപ്പള്ളിയിൽ പാതിരിമാർ കുർബാന ചൊല്ലിയപ്പോൾ മലങ്കരയിലെ സവിശേഷമായ ആരാധനക്രമവും ശുശ്രൂഷികളുടെ പാട്ടും കണ്ട് അവിടുത്തെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഈ വാർത്തയറിഞ്ഞ് പോർച്ചുഗീസ് രാജ്ഞിയും രാജാവും കുടുംബസമേതം അവിടെ എത്തുകയും കുർബാന കഴിയുന്നതുവരെ അതീവ ഭക്തിയോടെ മുട്ടുകുത്തി നിന്ന് അതിൽ പങ്കുചേരുകയും ചെയ്തു. ഇത്ര മനോഹരമായൊരു ചിന്തയാണ്, അല്ലെങ്കിൽ സംഭവമാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ആരാധനാക്രമത്തെ അതിൻ്റെ
വശ്യതയും അതിൻ്റെ മനോഹാരിതയും ഒക്കെ മറ്റുള്ളവരെ അതിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ നന്മ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇന്ന് ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുക. അതിനെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്ക് വർത്തമാന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ പഴയ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം അതാണ്. എവിടെയൊക്കെ, ഒരു സ്ഥലത്ത് മാത്രമല്ല, എവിടെയെല്ലാം നമ്മുടെ മലങ്കരയുടെ ആരാധനാക്രമത്തെ, സവിശേഷമായ ആരാധനാക്രമത്തെ എവിടെയൊക്കെ ആഘോഷപൂർവ്വം അത് അർപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ആൾക്കാരുടെ ശ്രദ്ധയും ഭക്തിയുമൊക്കെ പിടിച്ചു പറ്റിയിട്ടുണ്ട്. നമുക്ക് മാത്രമാണത് പലപ്പോഴും അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോവുക. നമുക്ക് മൂന്നാമത്തെ ആശയത്തിലേക്ക് പോകാം. രാജ്ഞിയുമായുള്ള കൂടിക്കാഴ്ച. കുർബാനയ്ക്ക് ശേഷം രാജ്ഞി അവരെ സന്ദർശന മുറിയിലേക്ക് വിളിപ്പിച്ചു. സാധാരണഗതിയിൽ രാജകുടുംബത്തോട് മുട്ടുകുത്തി നിന്ന് സംസാരിക്കണമെന്നതായിരുന്നു നിയമമെങ്കിലും പാതിരിമാരുടെ ഭക്തിയിൽ പ്രീതയായ രാജ്ഞി അവരോട് എഴുന്നേറ്റ് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. ഏകദേശം 3/4 മണിക്കൂറോളം അവർ മലങ്കരയിലെ കാര്യങ്ങളെപ്പറ്റിയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെപ്പറ്റിയും സൗഹൃദപൂർവ്വം സംസാരിച്ചു. നാലാമത്തെ ആശയം രാജകീയമായ ആതിഥ്യമര്യാദ. പാതിരിമാരോട് രാജ്ഞി കാണിച്ച കരുണ ശ്രദ്ധേയമാണ്. അവർക്ക് വിശക്കുന്നുണ്ടാവുമെന്ന് കരുതി ലഘുഭക്ഷണം നൽകാൻ മെത്രാപ്പോലീത്തായോട് രാജ്ഞി നിർദ്ദേശിച്ചു. 8 തരം പലഹാരങ്ങളും പഴങ്ങളും നൽകി കൊട്ടാരത്തിൽ വെച്ച് അവരെ സൽക്കരിച്ചു. തങ്ങളുടെ കാര്യങ്ങൾ മിനിസ്റ്റർ വഴി അറിയിക്കാമെന്ന ഉറപ്പും അവർക്ക് ലഭിച്ചു. അഞ്ചാമത്തെ ആശയം പ്രഭുകുടുംബത്തിൻ്റെ വിനയം. കൊട്ടാരത്തിൽ നിന്നിറങ്ങി അവർ പ്രഭുവിൻ്റെ വീട്ടിലെത്തി. അവിടെ പ്രഭി തന്നെ നേരിട്ട് അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ഇറച്ചി മുറിച്ചു നൽകുകയും ചെയ്തു. ഉന്നതകുലജാതരായ സ്ത്രീകൾ പുറത്തുപോലും വരാത്ത ആ കാലത്ത് ഒരു പ്രഭുവും പത്നിയും കാണിച്ച ഈ എളിമയും സ്നേഹവും പാതിരിമാരെ ഏറെ അത്ഭുതപ്പെടുത്തി. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വർത്തമാന പുസ്തകത്തിലെ പാഠഭാഗം കൂടി വായിക്കണം എന്ന കാര്യം ഓർക്കുകയാണ്. 36-ാം പാദമാണ് നമ്മൾ ക്ലാസ് എടുത്തത്. 197 മുതൽ 200 വരെയുള്ള പേജുകളിലെ ഭാഗമാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കിനി ചോദ്യ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. പാറേമാക്കൽ തോമ കത്തനാർ ഖലൂസ കൊട്ടാരത്തിലെ പള്ളിയിൽ വെച്ച് ഏതെല്ലാം വിശുദ്ധരോടാണ് മാധ്യസ്ഥം അപേക്ഷിച്ചത്? പരിശുദ്ധ ദൈവമാതാവിനോടും മാർത്തോമാ സുലിഹായോടും വിശുദ്ധ ഫ്രാൻസിസ് സേവറോടും. മെത്രാപ്പൊലീത്തായുടെ ശുശ്രൂഷകൻ പാതിരിമാരെ കണ്ടപ്പോൾ ചോദിച്ച സംശയം എന്തായിരുന്നു? നിങ്ങൾ കയത്താനോസ് പാതിരിയുടെ ജാതിക്കാരനല്ലേ? രാജാവ് മുമ്പ് അന്വേഷിച്ചപ്പോൾ കാണാതിരുന്നതിന് പാതിരിമാർ നൽകിയ മറുപടി എന്തായിരുന്നു? ആരെയും കാണാതിരുന്നത് കൊണ്ട് തങ്ങൾ കുർബാന ചൊല്ലാൻ പോയെന്ന്. രാജ്ഞിക്ക് നൽകുവാനുള്ള അപേക്ഷ കടലാസ് പാതിരിമാർ ആരെയാണ് ഏൽപ്പിച്ചത്? രാജ്ഞിയുടെ കുമ്പസാരക്കാരനായ മെത്രാപ്പൊലീത്തായെ. പാതിരിമാരുടെ കുർബാന കാണാൻ രാജ്ഞിയോടൊപ്പം ആരൊക്കെയാണ് പള്ളിയിൽ വന്നത്? രാജാവും രാജ്ഞിയുടെ 2 അനിയത്തിമാരും 3 മക്കളും മറ്റു വീട്ടുകാരും. രാജാവിനോടും രാജ്ഞിയോടും സംസാരിക്കുമ്പോൾ പാലിക്കേണ്ടിയിരുന്ന നിയമം എന്തായിരുന്നു? മുട്ടുകുത്തി നിന്ന് സംസാരിക്കണം എന്നതായിരുന്നു നിയമം. കൂടെയുള്ള കുട്ടികൾ എന്തിനാണ് വന്നതെന്നാണ് പാതിരിമാർ രാജ്ഞിയോട് പറഞ്ഞത്? പഠിക്കുവാനായിട്ട് റോമിലേക്ക് പോകുന്നുവെന്ന്. രാജ്ഞിയുമായുള്ള കൂടിക്കാഴ്ച എത്ര സമയം നീണ്ടുനിന്നു? ഏകദേശം 3/4 മണിക്കൂർ.
ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കുന്ന ഏതു മിനിസ്റ്ററാണ് അപേക്ഷയ്ക്ക് മറുപടി നൽകുമെന്ന് മെത്രാപ്പോലീത്ത പറഞ്ഞത്? മർത്തീഞ്ഞു ദമൽ. പ്രഭുവിൻ്റെ വീട്ടിൽ വെച്ച് പാതിരിമാരെ അത്ഭുതപ്പെടുത്തിയ സംഗതി എന്തായിരുന്നു? പ്രഭുവും പത്നിയും നേരിട്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്ത അവരുടെ എളിമയും സ്നേഹവും. അപേക്ഷയിൽ റോമിന് നീരസം തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പാതിരിമാർ ആരോടാണ് ചോദിച്ചത്? ന്യൂൻഷിയോട്.